നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. പക്ഷേ കൺമുന്നിൽ കാണുന്ന ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു അനീതി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഡയറക്റ്റ് പബ്ലിക്കായിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒന്നുകിൽ നമുക്ക് അടി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വാങ്ങിയിട്ട് അവർ എറിഞ്ഞുടക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ രഹസ്യമായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്താലോ? അതിന് പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇതേ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഈ 4 ഭാഗവും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് തിരഞ്ഞെടുക്കുക. എല്ലാ പെർമിഷനും ഇതുപോലെ അലോ ചെയ്ത് കൊടുക്കുക. ഓരോ ഭാഗം ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡ്യൂറേഷൻ എന്ന ഭാഗത്ത് 10 മിനിറ്റാണുള്ളത്, അത് 100 മിനിറ്റേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള ക്വാളിറ്റി ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ ഏത് ക്യാമറയാണ് വേണ്ടത്, ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഹിഡൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പെർമിഷൻ കൂടി ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വിസിബിൾ വേണ്ട, നമുക്ക് ഹിഡൻ തന്നെയാണ് നല്ലത്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് റെക്കോർഡ് ആരംഭിക്കാം. ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്ക് വന്നിട്ട് എല്ലാം നിങ്ങളൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്യാമറ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൈ വെക്കുന്നതും ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ ക്യാമറ തിരിച്ചു പിടിച്ചു, അതൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കത് റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ വീണ്ടും തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ അത് റണ്ണിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ അത് ഓഫ് ചെയ്താലല്ലാതെ ഇതൊരിക്കലും ഓഫ് ആകുകയില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നടുവിലുള്ള ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോ ഇറ്റ് കൊടുക്കുക. ഈ ഒരു റെക്കോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഞാൻ കൈ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ റെക്കോർഡ് ആയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും. ഞാൻ കൈവച്ചതൊക്കെ. അതിനുശേഷം ക്യാമറ തിരിച്ചു പിടിക്കുന്നതും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ സൂപ്പറായിട്ട് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഓക്കെ, ഇനി ഗാലറിയിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് ടു ഫോൾഡർ എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു ഫോൾഡർ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ DCIM എന്ന ഫോൾഡർ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഞാനത് ഓൾറെഡി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഗാലറിയിൽ സേവ് ആകും. ഓക്കെ, ഗാലറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു വീഡിയോയുടെ സെക്ഷനിൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് സീക്രട്ടായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഓക്കെ, ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓക്കെ കൊടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു മാറ്റങ്ങളും ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.